ഹലോ ഫ്രണ്ട്സ്, KN19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ജിൻഡോ അപ്പൂപ്പന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 2025 എന്ന് പറയുന്ന വർഷമല്ല ഭൂലോക തോൽവി അല്ലെങ്കിൽ ഭൂലോക മന്ദബുദ്ധികളുടെ വർഷം എന്നെങ്ങാനും നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം ഈ പറയുന്ന മന്ദബുദ്ധികളാണ്. ഒരു അല്പം പോലും ചിന്തിക്കുകയോ ബുദ്ധിപരമായിട്ട് നീങ്ങുന്നവരുടെയോ കാര്യങ്ങൾ അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഡെയിലി. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ജിൻഡോ അപ്പൂപ്പൻ ഒരു മോഷണ കേസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കണ്ടിട്ട് വരാം. ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ്. ഇന്നലെ പുലർച്ചെ കൊച്ചി വെണ്ണലയിലെ ജിമ്മിൽ നിന്ന് രേഖകളും 10,000 രൂപയും മോഷ്ടിച്ചെന്ന പരാതിയിലാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. ജിൻഡോയുടെ ജിമ്മായിരുന്നു ഇത്. ലീസിനെടുത്ത് നടത്തുന്ന യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 1:50 കൊച്ചി വെണ്ണലയിലെ ബോഡി ക്രാഫ്റ്റ് ജിമ്മിന്റെ ഷട്ടറും വാതിലും തുറന്ന് ബിഗ് ബോസ് താരം ജിൻഡോ അകത്തെ മുറിയിലേക്ക് നടന്നുപോയ ജിൻഡോ പക്ഷേ അരമണിക്കൂറിന് ശേഷം തറയിലൂടെ ഇഴഞ്ഞാണ് പുറത്തേക്ക് വന്നത്. കയ്യിൽ ഒരു പെട്ടിയും കാണാം. അപ്പോൾ ഈ ഒരു ജിം എന്ന് പറയുന്നത് ജിൻഡോയുടെ പേരിൽ തന്നെയുള്ള ജിമ്മാണ്. ഈ ഒരു ജിമ്മ് ഒരു യുവതി ലീസിനടുത്ത് നടത്തുന്നതാണ്. തൊട്ടു മുന്നേ ഇതേ യുവതി തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്കെതിരെ ഒരു ലൈംഗിക അതിക്രമത്തിന് വേണ്ടിയിട്ട്. ഇതിന്റെ പേരിൽ നമ്മുടെ ജയിലിലെല്ലാം കടന്നിട്ട് ജിൻഡോ ഇപ്പം പുറത്തിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതിനു മുന്നേ രണ്ടാമത്തെ കേസ് അതേ യുവതിയുടെ ജിമ്മിൽ തന്നെ നൈറ്റ് കയറി മോഷ്ടിച്ചു എന്നൊക്കെ ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 10,000 രൂപയും പിന്നെ ഡോക്യുമെന്റും മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു യുവതി പരാതി പെട്ടിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് ഈ ബിഗ് ബോസിൽ പോകുന്നവർക്കൊക്കെ നല്ല അത്യാവശ്യം ക്യാഷ് മണിയൊക്കെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ജിൻഡോ അവിടുത്തെ ടോപ്പ് വിന്നർ ആയിരുന്നില്ലേ. എന്തായാലും നല്ലൊരു എമൗണ്ട് അവിടെ നിന്ന് കിട്ടിക്കാണും. പിന്നെ യൂട്യൂബ് വരുമാനം, ഇന്റർവ്യൂസ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് നല്ല വരുമാനം ഇല്ലേ. ഇവരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അത്രയും അതപ്പതിച്ചു പോയോ? അത്രയും കയ്യിൽ ക്യാഷ് ഇല്ലാത്തവരാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു മന്ദബുദ്ധിനെയാണോ നമ്മൾ ബിഗ് ബോസിലൊക്കെ വിജയിപ്പിച്ച് വിട്ടതെന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ള് വോട്ട് ഈ പറഞ്ഞ ജിൻഡോയ്ക്ക് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെറും പാഴെന്ന് പറഞ്ഞാൽ വെറും പാഴാണ്. ഒരു കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഉടനെ ഇങ്ങനെ രണ്ടാമത്തെ ഒരു ഇത്. അപ്പൊ ജിൻഡോ ഇപ്പൊ പറയുന്നുണ്ട് അത് ജിൻഡോയുടെ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കയറിയതാണ്. എന്നാൽ മാന്യമായിട്ട് പകലിൽ പോയി കയറിയ പോരെ, രാത്രി 1 മണിക്ക് തന്നെ പോയി കയറണമെന്നുണ്ടോ? പിന്നെ അതിൻ്റെ അകത്തൂടെ വന്ന് എഴഞ്ഞാണ് നടക്കുന്നത്, ആ ക്യാമറ CCTVയിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടു. എന്തായാലും ജിൻഡോ അണ്ണ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ന്യായീകരണം കൊടുത്താലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം അത്രയും തെളിവോടെയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ വേറെ ഏതൊക്കെ ദാതാക്കന്മാരാണാവോ പുറത്ത് വരാനുള്ളത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. നാളെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.